എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. നമ്മുടെ രസം റെസിപ്പി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്ന് പറയാറില്ലേ? പലരും പറയാറുണ്ട് ഇപ്പോൾ രസം ആ രീതിയിൽ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ എന്നൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് ഇത്. എന്നാൽ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പച്ചമോരൊക്കെ തയ്യാറാക്കുന്ന പോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി. ഇതാണ് പിഴിഞ്ഞുപുളി. കൊല്ലത്ത് അമ്മയുടെ വീട്ടിലൊക്കെ തയ്യാറാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആകെ ഒരു 5-6 കൊച്ചുള്ളിയും, ചെറിയ കൊച്ചുള്ളി ആയതുകൊണ്ടാണ് ഞാനൊരു ചെറിയ പിടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 6 വറ്റൽമുളകും, ഒരു വലിയ പിടി കറിവേപ്പിലയുടെ ആവശ്യമുള്ളൂ. നമുക്കിതിൽ തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും വേണ്ട. ഇതുകൂടാതെ നമുക്ക് നെല്ലിക്ക വലിപ്പത്തിൽ പിഴിപുളി വേണം. ഇതാദ്യം തന്നെ കുറച്ചധികം വെള്ളം ചേർത്ത് നല്ലപോലെ പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവായിരിക്കും നമ്മുടെ കറിയുടെ അളവ്. നമ്മൾ പിന്നീട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതിൻ്റെ പുളിരസം ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. നമ്മുടെ കറിക്ക് എത്രയാണോ പുളിരസം വേണ്ടത് ആ ഒരു പുളിരസം നമ്മൾ ഈ കലക്കി വെക്കുന്ന പുളിവെള്ളത്തിന് വേണം. ഞാനിന്നിപ്പോൾ ഇത് അരിച്ച് മാറ്റി വെക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇത് അരിച്ച് മാറ്റി ഉപ്പൊക്കെ ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ടുള്ള പൊടികൾ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 നുള്ള് ഉലുവായുടെ പൊടിയും, ഫെനുഗ്രീക്ക് പൗഡറുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതാദ്യം തന്നെ എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 6 എണ്ണമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കുറച്ചധികം കറിവേപ്പില വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കറിവേപ്പില ഇങ്ങനെ ഒന്ന് മൂത്ത് വരണം. ഒരുപാട് മൂത്ത് പോകരുത്. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വേണം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം പൊടി കരിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് വെച്ചിട്ട് കുറച്ച് സെക്കൻഡ്സ് മാത്രം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടി കരിഞ്ഞു പോകരുത്. എന്നാൽ പൊടിയുടെ ആ ഒരു മണം മാറി വരികയും വേണം. കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഞാനൊരു അരിപ്പയിൽ കൂടിയാണ് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിത് നേരത്തെ തന്നെ അരിച്ചു വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ജോലിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. അതോടുകൂടി നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിഴിഞ്ഞുപുളി ഇവിടെ റെഡിയാകും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഇതും. ഒരു അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എനിക്കിന്ന് ഈ പിഴിഞ്ഞുപുളിയുടെ കൂടെ കഴിക്കാനായിട്ട് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെച്ച നല്ല മീൻകറിയാണ്. രണ്ടും കൂടെ കൂട്ടി ചോറ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ രസം റെസിപ്പി ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിൻ്റെ കമൻസ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണെന്ന്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.